1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. എടവണ്ണ ഇസ്ലാഹിയ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇനി പൂക്കൾ വിരിയും. സ്കൂളിലെ കർഷക ക്ലബ്ബായ കുട്ടി കർഷക കൂട്ടത്തിന്റെ കീഴിലാണ് മല്ലികയുടെയും ചെണ്ടുമല്ലിയുടെയും പൂന്തോട്ടം ഒരുക്കുന്നത്. എടവണ്ണ കൃഷി ഓഫീസർ അഞ്ജലി ഉദ്ഘാടനം ചെയ്തു. എടവണ്ണ പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സഹകരണത്തോടെ കർഷക കൂട്ടം കോർഡിനേറ്റർ മുജീബിന്റെ നേതൃത്വത്തിലാണ് കൃഷി ചെയ്യുന്നത്. സൂര്യകാന്തിയുടെ വിത്തുകളാണ് കൃഷിക്ക് തെരഞ്ഞെടുത്തത്. ഓരോ വർഷവും വ്യത്യസ്തമായ കൃഷികളാണ് സ്കൂൾ കുട്ടി കർഷക കൂട്ടം ചെയ്യാറുള്ളത്. വഴുതന, മുളക്, ചീര, വെണ്ട, തക്കാളി തുടങ്ങിയ ആവശ്യ പച്ചക്കറികളാണ് ഓരോ വർഷവും ചെയ്യാറുള്ളത്. എന്നാൽ ഈ വർഷവും വ്യത്യസ്തമായ കൃഷി പരീക്ഷിക്കുകയാണ് കുട്ടി കർഷക കൂട്ടം. എടവണ്ണ സ്കൂളിന്റെ കാർഷിക ക്ലബ്ബായ കുട്ടിക്കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണക്കാലത്തിന് വേണ്ടിയിട്ടുള്ള ചെറുകിട കൃഷിക്കാണ് ഇന്നിവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ 2 വെറൈറ്റികൾ, ഓറഞ്ചും മഞ്ഞയും അടങ്ങുന്ന 2 വെറൈറ്റികൾ ആൾട്ടർനേറ്റ് റോസ് ആയിട്ടാണ് ഇവിടെ നട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഉദ്യമത്തിന് നമ്മുടെ ഈ സ്കൂളിലെ കാർഷിക ക്ലബ്ബിന് കുട്ടിക്കൂട്ടായ്മയ്ക്ക് എല്ലാവിധ സ്വാഗതങ്ങളും നേരുന്നു. ഓണക്കാലത്ത് പൂവിന് വരുന്ന ക്ഷാമം പരിഹരിക്കാനാണ് ഈ വർഷം പൂക്കൾ കൃഷി നടത്തുന്നതെന്ന് കുട്ടി കർഷക കൂട്ടം ഭാരവാഹികളായ അൽസാബിത്ത്, അമാൻ, ആബിസ്, മിൻഹ എന്നിവർ പറഞ്ഞു. ചടങ്ങിൽ കൃഷി അസിസ്റ്റന്റ് ഓഫീസർ ജയപ്രകാശ്, പ്രധാനാധ്യാപകൻ അസീസ് മീമ്പറ്റ, സ്റ്റാഫ് സെക്രട്ടറി ഷെരീഫ് തുറക്കൽ, JRC കോർഡിനേറ്റർ അനീസ്, വിജയബേരി കോർഡിനേറ്റർ KT മുനീർ, ന്യൂൺമീൽ കൺവീനർ ഷെമീൻ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.